ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുടിയാണ് ആദ്യം തന്നെ വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇനി വരയ്ക്കാനായിട്ട് പോകുന്നത്. പലർക്കും മുടി വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മുടി വരയ്ക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത് നിങ്ങളുടെ തെറ്റായ ഒരു ധാരണ മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡിങ് ആയിരിക്കും. അപ്പം ഷെയ്ഡിങ്ങാണ് ഞാൻ നോക്കിയിട്ട് ഈ മുടി വരയ്ക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കഴിഞ്ഞ പാർട്ട് നമ്മൾ ഷെയ്ഡിങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ മുടി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൻസിൽ ഓരോ തവണയും നിങ്ങൾ ഷാർപ്പ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. ഇത് ഓരോ പിടിക്കുന്നത് ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ മുടി കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഏരിയാസൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഏറ്റവും തലയുടെ ടോപ്പിലായിട്ട് വരുന്ന ഭാഗത്തും പിന്നെ ആ ഒരു കഴുത്തിൻ്റെ പുറകിലായിട്ട് വരുന്ന ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നത്. ബാക്കി നെറ്റിയോട് ചേർന്ന് വരുന്ന മുടിയുടെ ഭാഗത്ത്, അതുപോലെ ചെവിയുടെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ഭാഗത്തൊക്കെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പം അവിടെയൊക്കെ ഒന്ന് ഡാർക്കാക്കി തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഡാർക്ക്നെസ് കൂടി പെൻസിൽ ഏതാണോ ആ പെൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ 8B 10B യൂസ് ചെയ്യുന്നുണ്ട്. ആർട്ട്ലൈൻ്റെ പെൻസിലാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം വരയ്ക്കാതിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് വരയ്ക്കാനും മടി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മിക്കവരും മടി ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അകത്ത് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മടി മാറ്റാൻ എന്താണ് ടിപ്പ് എന്നവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു കമൻറ്റിനുള്ള മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരയ്ക്കുന്നത് നിർത്താതിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു കുറച്ച് ദിവസം വരയ്ക്കാതെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് പിന്നീട് വരയ്ക്കാനായിട്ട് മടി വരിക. അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും തന്നെ വരയ്ക്കുക. വരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മടി മാറി കിട്ടും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓണവും കാര്യങ്ങളൊക്കെ വന്നപ്പം കുറേ റിലേറ്റീവ്സ് ഇങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് പോയി, അങ്ങനെ നടന്ന സമയത്ത് നമുക്ക് വരയ്ക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരയ്ക്കാതിരുന്നിരുന്ന് വന്നപ്പോഴത്തേക്കും ഒരു 1 വീക്ക് ആയതുള്ളൂ. എന്നാൽ പോലും വരയ്ക്കാനായിട്ട് ചെറിയ മടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മടി വന്നതിന് കാരണം വെച്ച് നമ്മൾ വരയ്ക്കാതിരുന്ന സമയത്ത് ഉണ്ടായൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ ദിവസവും തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കുറച്ച് സമയമെങ്കിലും നമ്മൾ വരയ്ക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മടി ഒഴിവാക്കി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ രണ്ടാമതായിട്ട് ആ ഡാർക്ക്നെസ് കൂടിയ ഭാഗത്തൊക്കെ നമ്മൾ 10B ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് രണ്ടാമതായിട്ട്. അപ്പം നിങ്ങൾ വരയ്ക്കുന്ന സമയത്തും ആ ഒരു ഫോട്ടോയെ നോക്കിയിട്ട് ആ ഒരു ഡാർക്ക്നെസ് എവിടെയൊക്കെയാണ് കൂടുതലുള്ളെങ്കിൽ ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ടും ഒരു 10B പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം മുടി വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ തന്നെ നിങ്ങൾ ഷാർപ്പൻ ചെയ്യുക. ഓരോ തവണയും ഷാർപ്പൻ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല സമയത്തിന് ചെയ്യുക. ഓരോ ഡ്രോയിങ്ങും ചെയ്യുന്ന സമയത്ത് നല്ല സമയത്തിന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ഡ്രോയിങ്ങും പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന രീതിയിൽ ഇരിക്കല്. ഇപ്പം നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ആയിട്ട് നിങ്ങൾ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ ഡ്രോയിങ് 2 ദിവസം കൊണ്ടാണ് ചെയ്ത് തീർത്തത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു പാർട്ട്, അതായത് ഷെയ്ഡിങ് പാർട്ട് നമ്മൾ ഇട്ടിട്ട് പിന്നെ 2 ദിവസം കൂടെ എടുത്തു ഞാൻ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു പാർട്ടൂടെ ഇടാണ്ട് ഇത് തന്നെ ഫൈനൽ പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ 2 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം ഫുള്ളായിട്ടല്ല കേട്ടോ. 2 ദിവസം ഒരു കുറച്ച് സമയം വരച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് ആ രീതിയിൽ ആണ് ഞാൻ വരച്ച് തീർത്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ സമയം എടുത്ത ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ കാര്യം തന്നെയാണ്. മുടി വരയ്ക്കാൻ വേണ്ടി കൂടുതലായിട്ട് സമയം നമുക്ക് വേണ്ടി വന്നു. അതുപോലെ ടോവിനോയുടെ താടി, മീശ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി നമുക്ക് സമയം കുറേ പോയി. മെയിനായിട്ട് അതിനൊക്കെയാണ് സമയം കൂടുതലായിട്ട് വേണ്ടി വന്നത്. പിന്നെ ഷെയ്ഡിങ്ങൊന്നും എനിക്കത്ര സമയം വേണ്ടി വന്നില്ല. കാരണം നമ്മൾ 2 പേരെ വരയ്ക്കുന്നതുകൊണ്ട് തന്നെ A4-ലാണ് നമ്മൾ വരച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് ഒരുപാട് വലിപ്പത്തിൽ വരയ്ക്കേണ്ടതായിട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്ഡിങ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം ഏത് പാർട്ട് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ സമയം വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് കൂടുതലായിട്ടും മുടി വരയ്ക്കുന്ന സമയത്താണോ സമയം കൂടുതലായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഷെയ്ഡിങ്ങിനാണോ നിങ്ങൾക്ക് കൂടുതൽ സമയം പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഓരോ പാർട്ടും ചെയ്ത് നോക്കുന്ന സമയത്ത് അതും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ ചെയ്ത് നോക്കി അല്ലെങ്കിൽ വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്ന് നിങ്ങളൊന്ന് പറയുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടത്തി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാവുന്നൊരു കാര്യമാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒന്ന് അയച്ചു തരിക. ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വരച്ച ആ ഡ്രോയിങ്ങിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കുറേ പേര് എനിക്ക് അയച്ചു തരുന്നുണ്ട്. മിക്കവരും ഈ പറഞ്ഞ പോലെ എൻ്റെ ഡ്രോയിങ് വീഡിയോസ് കണ്ടിട്ട് ഡ്രോയിങ് പഠിക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ എന്നോട് ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. മെസ്സേജായിട്ട് വന്നിട്ട് പറയാറുണ്ട്, ഡ്രോയിങ് എൻ്റെ വീഡിയോസ് നോക്കിയിട്ട് വരച്ച് നോക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അയച്ചു തരുന്നുണ്ട്. മിക്കവരും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത്.
പിന്നെ നിങ്ങൾ മുടി വരയ്ക്കുന്ന സമയത്തൊക്കെ ആ മുടി കിടക്കുന്ന ആ രീതിയിൽ തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം. പിന്നെ നിങ്ങൾ ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും ആ മുടിയിൽ നിന്നും കുറച്ച് മുടി ഇങ്ങനെ പറന്ന് നിൽക്കുന്ന രീതിയിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാക്സിമം അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് വരച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് നിങ്ങൾ ഫേസ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കണ്ണ്, മൂക്ക് ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഷെയ്ഡിങ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ മുടി കാര്യത്തിലേക്ക് വന്നാൽ മതി. മെയിനായിട്ട് നമുക്ക് കണ്ണ്, മൂക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് മിക്കവാറും തെറ്റിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തരോട് ഷെയർ ചെയ്യാറ്. കണ്ണ് വരയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെയാണ് മിക്കവാറും എന്നോട് പറയാറ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫേസ് വരയ്ക്കാൻ സമയത്ത് നിങ്ങൾ ആ ഫേസിലെ ഓരോ പാർട്ടായിട്ട് ചെയ്ത് പഠിക്കുക. അതായത് ഓരോന്നും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക. അതായത് ഇപ്പം കണ്ണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കണ്ണ് തന്നെ വരച്ച് തന്നെ പഠിക്കുക. അതായത് നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി. നിങ്ങൾ ലൈൻസ് ഇട്ടൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ഫേസ് എടുക്കുന്ന സമയത്ത് ആ ഒരു കണ്ണ് മാത്രമായിട്ട് നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾക്ക് എത്രത്തോളം വരച്ച് ആ ഒരു കണ്ണ് അതുപോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ ആ ഫോട്ടോയും നിങ്ങൾ വരയ്ക്കുന്ന ആ ഒരു കണ്ണും സെയിം ആയിട്ട് കിട്ടുന്നോളം വരെ തന്നെ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ കുറേ സമയം നമുക്ക് വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എത്രത്തോളം സമയം എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ വരച്ച് ശരിയാക്കിയിട്ട് മാത്രം അടുത്തൊരു പാർട്ടിലേക്ക് പോവുക. അതായത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മൂക്ക് വരയ്ക്കുക. അപ്പോൾ മൂക്ക് ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് നിങ്ങൾ വരച്ച് പോയാൽ മതി. അതും ഒന്ന് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ചുണ്ടുകൾ വരയ്ക്കുക. അപ്പം ഓരോന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് പഠിക്കുക. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഡ്രോയിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല. നമ്മൾ ഡ്രോയിങ്ങിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഡ്രോയിങ്ങിലേക്ക് വന്നിട്ടേ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേസമയം നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡ്രോയിങ് ഫുള്ളായിട്ട് തന്നെ വരയ്ക്കുക. അതായത് ഫേസ് ഫുള്ളായിട്ട് തന്നെ വരച്ച് പഠിക്കുക. അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുമ്പോൾ ആ ഒരു ഫോട്ടോ അതേപോലെ തന്നെ വരച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നിങ്ങളൊരു റെഫറൻസ് ഇമേജിനെ അടിസ്ഥാനമാക്കി തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാലും ആ ഒരു തെറ്റ് കണ്ടുപിടിക്കാനും അത് എവിടെ കൊണ്ടാണ് തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു ഫോട്ടോ നോക്കി തന്നെ വരച്ച് പഠിക്കുക എന്നുള്ളത്. ഇപ്പം ഞാനും ഓരോ ഫോട്ടോ ഒക്കെ കിട്ടുന്നതനുസരിച്ച് അത് നോക്കി തന്നെയാണ് വരച്ച് പഠിച്ച് വന്നത്. ആദ്യമൊക്കെ നമ്മൾ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ വരച്ച് പോയെങ്കിൽ പോലും പിന്നീട് നമ്മൾ ഫോട്ടോ നോക്കി വരയ്ക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഓരോന്നും വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ശരിയായില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് കരുതി ഞാൻ ഇട്ടിട്ട് പോയിട്ടില്ല. അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കത്തില്ല. അത്യാവശ്യമെങ്കിലും കുറച്ചൊന്ന് വരയ്ക്കാൻ ഞാനിപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞാൻ വരച്ച് വന്ന ആ രീതിയും അല്ലെങ്കിൽ വരച്ച് തുടർന്ന് വരച്ചുകൊണ്ടിരുന്നതുകൊണ്ടുമാണ് എനിക്ക് അത്യാവശ്യം ഒന്ന് ഇമ്പ്രൂവ് ആയി വരാനായിട്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്കും സാധിക്കും, തീർച്ചയായും സാധിക്കും. പലരും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വരച്ചൊന്ന് ശരിയായില്ല എന്ന് തോന്നിക്കഴിയുന്ന സമയത്ത് ആ ഒരു ഡ്രോയിങ് തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരാണ് മിക്കവരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് ഞാൻ ഉൾപ്പെടെ ഉള്ള എല്ലാ ഡ്രോയിങ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ചെറിയ ഓരോ ഡ്രോയിങ് ചെയ്തും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ വരച്ച് വന്നാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്തിയത് എന്ന് ഓർത്ത് ഇരുന്നാൽ മാത്രം മതി. കാരണം ആരും വരച്ച് തുടങ്ങുന്ന സമയത്തൊന്നും നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിക്കുന്ന ആൾക്കാരൊന്നും അല്ല. അപ്പോൾ എല്ലാവർക്കും ഓരോ സ്റ്റേജുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എല്ലാവരും ഡ്രോയിങ്ങിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഡ്രോയിങ് ഒന്ന് ഇമ്പ്രൂവ് ആയി വരുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്കും ഒരു ദിവസം നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിക്കും എന്ന രീതിയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് വരച്ച് പോയാൽ മതി.
അപ്പോൾ നമ്മൾ ടോവിനോയുടെ ഫേസ് ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഭാഗത്തോട്ട് വരുമ്പം കണ്ണിൻ്റെ ആ ഒരു ഉള്ളിലെ കാര്യങ്ങൾ, അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിയൊന്നും നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ ഒരു ഷാഡോ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോയിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ അങ്ങോട്ട് പകർത്തി വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫേസ് നോക്കുന്ന സമയത്ത് നെറ്റിയുടെ ആ ഒരു ഭാഗത്തും അതുപോലെ മൂക്കിൻ്റെ ആ ഒരു സൈഡിലായിട്ടും പിന്നെ ആ കവിളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ തീരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുക. ബാക്കി മൂക്കിൻ്റെ ആ ഒരു ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അവിടെയൊക്കെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാനും നിങ്ങളൊന്ന് ശ്രമിക്കുക. അപ്പം ഡാർക്ക് ഷെയ്ഡ് എന്ന് വെച്ചാൽ നിങ്ങൾ 10B പെൻസിലൊന്നും ഉപയോഗിച്ച് അവിടെ ഡയറക്റ്റ് ഷെയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു ലെയറായിട്ട് ചെയ്താൽ മതി. 6B പെൻസിൽ ഉപയോഗിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് അവിടെ വരുന്നില്ല. ആ ഒരു ഫോട്ടോയിലുള്ള ഷെയ്ഡ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പേപ്പർ സ്റ്റാമ്പ് ഉപയോഗിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ സ്റ്റാമ്പ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ബ്രഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുള്ള ആ ഒരു ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പേപ്പർ സ്റ്റാമ്പ് നിങ്ങൾക്ക് വാങ്ങി വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത്. അതായത് നിങ്ങൾക്ക് ഡ്രോയിങ് തുടർന്ന് പഠിക്കാനും അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാനും സമയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത്യാവശ്യം ഡ്രോയിങ് ടൂൾസൊക്കെ വാങ്ങി വെക്കുന്നത് നമുക്കെപ്പോഴും നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി താടി, മീശ കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഡയറക്റ്റ് തന്നെ 10B പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ചെവിയുടെ ആ ഒരു ഭാഗത്തോട്ടും, അതായത് നമ്മൾ ചെവിയുടെ വരുന്ന ആ ഒരു ഭാഗത്തെ താടി ഒരുപാട് കട്ടിയില്ല, ലൈറ്റായിട്ടാണ് വരുന്നത് രോമങ്ങൾ. അപ്പം അവിടെ 8B പെൻസിൽ ഉപയോഗിച്ചാൽ മതി. ബാക്കി നമുക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ മീശ അതിൻ്റെ തൊട്ട് താഴോട്ട് വരുന്ന താടിയുടെ ഭാഗത്തൊക്കെ നല്ല കട്ടിക്ക് തന്നെയാണ് താടി വരുന്നത്. അപ്പം അത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം പെൻസിൽ നേരത്തെ തന്നെ ഷാർപ്പനിങ് തന്നെ യൂസ് ചെയ്യുക. താടി, മുടിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ എപ്പോഴും ഷാർപ്പനിങ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്യാനുണ്ട്. അതുപോലെ ആ ഒരു
ഷർട്ടിൻ്റെ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാനുണ്ട്, പിന്നെ കൈയുടെ ഭാഗങ്ങളും വരയ്ക്കാനുണ്ട്. അപ്പം ഷർട്ടൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് നിങ്ങളൊന്ന് ഡിസൈൻ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. അപ്പം മാക്സിമം നിങ്ങൾക്ക് ആ ഫോട്ടോയിലുള്ള പോലെ തന്നെ ചെയ്യുമെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ മിക്കവരും പറയുന്ന കാര്യമാണ് അവർക്ക് കൈ വരയ്ക്കാനായിട്ട് അറിയില്ല, കൈ വരച്ച് ഷെയ്ഡ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക കേട്ടോ, അതായിരിക്കും നല്ലത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കണ്ണ്, മൂക്ക്, അങ്ങനെ ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വരച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളും കൈയുടെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു പാർട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഫേസ് വരച്ച് ഷെയ്ഡ് ചെയ്യുന്ന അത്രയും ബുദ്ധിമുട്ടില്ല നമുക്കൊരു കൈ വരച്ച് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് ലോങ് ആയി പോയി. അപ്പോൾ നമ്മളൊരു പാർട്ടൂടെ ചെയ്യാണ്ട് തന്നെ ഈ ഒരു പാർട്ടിൽ തന്നെ നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് കുറച്ചൊന്ന് ലോങ് ആയി പോയത്. എങ്കിൽ പോലും ഈ ഒരു പാർട്ട് ഇടാൻ വേണ്ടി കുറച്ചൊന്ന് ലേറ്റായി. അപ്പം ഓരോരുത്തരും കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഈ ഡ്രോയിങ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നേരത്തെ പറഞ്ഞാൽ നമുക്കിത് 2 പേരെ വരയ്ക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് സമയം എടുത്തു. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള സമയം, അങ്ങനെ കാര്യത്തിനൊക്കെയുള്ള സമയം പോയത് കൊണ്ടാണ് ഇച്ചിരി ഒന്ന് താമസിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നേരത്തെ പറഞ്ഞ തന്നെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഡ്രോയിങ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരു ഷർട്ടിൻ്റെ ആ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, അത് ഞാൻ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ വേഗം. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ ഐഡിയയിലായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കൈയുടെ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ട് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വരയ്ക്കാൻ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.